മാറ്റോഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ക്രേസി ഗെയിമിങ്സിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ കുറേ നാളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ടേക്ക് റെഡിയാവണില്ല. ഇപ്പോൾ ആൾക്കാർ പറയും ഞാൻ വീഡിയോ എടുക്കണില്ല എന്നല്ല, എടുക്കണ്ട, പക്ഷെ അതൊന്നും റെഡിയാവണില്ല. ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊന്നും മര്യാദയ്ക്ക് എടുക്കാൻ ഞാൻ ശ്രമിക്കാം. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. ഓക്കെ, സെറ്റ്. അപ്പോൾ അയ്യോ സോറി, ഇങ്ങനെ. ഓക്കെ, ഇപ്പോൾ കറക്റ്റ്. സൗണ്ട് എഫക്ട്സ് കുറച്ച് കൂട്ടുക. എനിക്ക് ഞാൻ പറയണതൊന്നും കേൾക്കത്തുണ്ടാവില്ല. എൻ്റേത് കുറേ ഡയമണ്ട് നഷ്ടപ്പെട്ടു. കാരണം എൻ്റെ ഒരു 50 സംതിങ് ഡയമണ്ട് ഉണ്ടായിരുന്നു, അതെല്ലാം പോയത്. ഞാൻ കുറേ ഷോപ്പിൽ ചെന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ കുറേ സാധനങ്ങൾ പോയി. എനിക്കൊരു സാധനം നോക്കണം. എനിക്കൊരു പുതിയൊരു ബിൽഡ് പണിയണം. ബിൽഡ് എന്ന് വെച്ചാൽ താഴെയായിരിക്കില്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് നമുക്കിപ്പോൾ എൻചാൻറ്റ് ചെയ്ത സോഡ് വേണം. ആ സോഡും അതിൻ്റെ അതിൻ്റെ മെറ്റീരിയലും ഒരു 2 ബ്ലോക്ക് അതിൻ്റെ മെറ്റീരിയലും വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കെന്താ എൻ്റെ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഷോപ്പ് പണിയണം. എനിക്കതിന് ഡയറൈറ്റ് വേണം. ഡയറൈറ്റ് ഇല്ല നമ്മുടെ കയ്യിൽ. പിന്നെ ഞാൻ റോഡ് മൊത്തം കുറേ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തു. ഉണ്ടാകും ഇവിടെയൊക്കെ ഒരു ഫോറസ്റ്റ് വലിയാക്കി എടുത്തു. അതുകൊണ്ട് ഒരു ആംഗിളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ആംഗിൾ ഓക്കെ, ഇതുകൊണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇരുന്ന് ഞങ്ങൾ 2 പേരും ഇരുന്ന് ഇവിടെ മൊത്തം ചെറിയ ഗ്രോസും നട്ടു, വൈറ്റ് ആ ട്രീ ഒക്കെ നട്ടു, കുറേ ട്രീ നട്ട് ചെയ്തതാണ്. എൻ്റെ ഇങ്ങോട്ട് കുറച്ച് തൽക്കാലത്തായിട്ട് ഇവിടെ ഒരു ഓർഡറും വന്നിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് മൈനിങ്ങിന് പോകണം. TNT ഇല്ല, അപ്പോൾ കേവിൽ ഇറങ്ങി മൈനിങ്ങിന് കളിക്കുന്നതാണ്. നമുക്കേ ഡയറൈറ്റ് തപ്പിപ്പോയാലോ? അല്ലെങ്കിൽ വേണ്ട, എനിക്കൊരു ഐഡിയ ഉണ്ട്. എൻ്റെ അണ്ടർ ചെസ്റ്റ് കയ്യിലില്ല, അപ്പോൾ വീട്ടിലായിരിക്കും. അണ്ടർ ചെസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും? എൻ്റെ അണ്ടർ ചെസ്റ്റ് കയ്യിലില്ലെങ്കിൽ പിന്നെ അതോടെ ഇരിക്കും. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും ചുമ്മാ PvP ചെയ്താൽ കുറേ വട്ടം ചത്തു. കാരണം ലാഗ് അടിച്ചുകൊണ്ടെങ്കിൽ പിന്നെ അനങ്ങാൻ പറ്റില്ല. അവൻ്റെ കയ്യിലുണ്ടാവും. അവിടെ നിന്ന് കൂട്ടിട്ട് ചച്ചും വരാം. രണ്ടരയില്ലെങ്കിൽ ഈ മരത്തിൽ പോയി ഇടിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇഷ്ടമില്ലാത്ത പരിപാടി. ഇവിടെ മൊത്തം ചെറിയ ക്ലാസ് നട്ടു ഞങ്ങൾ. ഇതുകൊണ്ട് ഇവിടെ നന്നായിട്ട് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തേക്കുക. ഞാനേ ഒരു ഡയമണ്ട് എന്തായാലും അടിച്ചു പറ്റിയേക്കാം. എന്തെങ്കിലും അടിച്ചു പറ്റാറുണ്ട്. കുറേ ഗോൾഡ് ഉണ്ട്, അതെല്ലാം അടിച്ചു പറ്റാം. ഈ പെട്ടിയിലേക്കൊക്കെ നമുക്ക് അടിച്ചു പറ്റാൻ പറ്റും. കാരണം അവനൊന്നും അറിയത്തില്ല, ഒന്നും പറയത്തുമില്ല. ഇങ്ങോട്ട് എനിക്ക് വേണ്ട. എൻ്റെ ഇവിടെ ഒരു സീക്രട്ടിൻ്റെ സ്ഥലമുണ്ട്, അത് പിന്നെ കാണിച്ചു. ഒക്കെ നമുക്ക് വേണ്ട എൻ്റർ ചെസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ എൻ്റർ ചെസ്റ്റ് ആട്ടോ, അല്ലാണ്ട് അവൻ്റെ എൻ്റർ ചെസ്റ്റ് അല്ല. നമുക്ക് ഇന്ന് വേറെ പണി ചെയ്യാം. നമുക്ക് വേറെ പണിയെന്ന് പറഞ്ഞാലേ ഹോം പോയിൻ്റ് പോയി കഴിഞ്ഞാൽ ഒരു പണി കിട്ടും. ഇതെങ്ങോട്ടുള്ള ഇത് കാണിക്കണേ? എൻ്റെ ചെസ്റ്റ് എടുത്തിട്ട് പോവാം. ഇതെൻ്റെ വീട്ടിലോട്ടുള്ള കോമ്പസ് ആണെങ്കിൽ നമുക്ക്
വീട്ടിലോട്ടാണെന്ന് തോന്നുന്നു. ഡയറക്ഷൻ കാണിച്ചിട്ട് സ്ട്രൈറ്റ് പോയിട്ട് അങ്ങോട്ട് പോകണം. ഒരു കാര്യം ചെയ്യാം, സ്ട്രൈറ്റ് പോകാൻ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതെൻ്റെ വീട്ടിലോട്ടുള്ള ആക്ഷൻ. ഒരു സീക്രട്ട് സ്പേസ് ഉണ്ടാക്കാം നമുക്കിവിടെ. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ വഴി തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വരാൻ ഒരു സീക്രട്ടായിട്ട് സ്ഥലം വേണം. അതുകൊണ്ട് ഒരു സീക്രട്ട് അണ്ടർഗ്രൗണ്ട് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യാൻ അത് ആർക്കും അറിയരുത് എന്ന് പറയുമ്പോൾ ആർക്കും അറിയാണ്ട് പോകാം. ഒരു 4-5 ബ്ലോക്ക് താഴത്തിൽ സ്ട്രെയിറ്റ് പോയത് ആൾക്കാർ അറിയരുത്. ഇവിടെ ആയിരിക്കണം ഇത് സെറ്റ് ചെയ്യേണ്ടത്. സെറ്റ് ഇതാരിങ്ങനെ ഇട്ടിരുന്നു. ഇതിൻ്റെ അകത്തല്ലേ വെക്കണം മുണ്ട. ഓക്കെ, പുറകിലോട്ട് വന്നു എൻ്റെ ഫ്രണ്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ സെറ്റ്, സ്ഥലം സെറ്റ്. ഓക്കെ സെറ്റ്. ഇനി സ്പോൺ ലോബി ചെന്നിട്ട് അവിടെ എത്തും. നമുക്ക് ഈ മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ബ്ലോക്ക് ഇത് സ്ട്രേറ്റ് കോമ്പസ് പിടിച്ച് കോമ്പസ് ഒട്ടാക്കി. ഓക്കെ സ്ട്രേറ്റ്. സ്ട്രേറ്റ് പോകണം. ഇങ്ങനെ സ്ട്രേറ്റ് ഈ റൂട്ടിൽ സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ സ്ട്രോങ് ലെവലിൽ പോകണം. ഡോട്ട് കാണരുത്. അപ്പോൾ ഈ 3 എടുത്തിട്ട് മേളിൽ ചെയ്യണം. അപ്പോൾ സ്ട്രെയിറ്റ് പോകാനാണ് കോമ്പസ്. ഡാർട്ട് ലെവലിൽ കൂടെ പോവല്ലേ, ഇതിൻ്റെ ലെവലിൽ കൂടെ പോകാം. ഞാൻ പറഞ്ഞു ഡാർട്ട് ലെവലിൽ കൂടെ പോകില്ലേന്ന്. ആരോട്? എന്നോട് തന്നെ. പിന്നെ ആരോടാ പറയണ്ടേ? ഗൈസ് നമുക്ക് കുറേ ദൂരം പോയി കഴിഞ്ഞിട്ട് കാണാം, അല്ലെങ്കിൽ ഭയങ്കര ഡിലേ എടുക്കും. അയ്യോ, കുറേ ദൂരം പോയി ഗൈസ്. ഇപ്പോഴും ഇങ്ങനെ തന്നെ പോകാനാണ് പറയണത്. കുറേ ദൂരം എന്ന് പറഞ്ഞാൽ കുറേ ദൂരം പോയി. എന്നിട്ടും ഇങ്ങനെ തന്നെ പോകാനേ ഈ കോമ്പസ് ഒരു വട്ടം ഞാൻ പോയപ്പോൾ വഴി തെറ്റിച്ച് കളഞ്ഞ്. ഞാൻ അറിയാണ്ട് കോമ്പസ് ക്ലിക്ക് ചെയ്ത് ഇവിടെ കറങ്ങണ രീതിയിലാക്കി വെച്ചു, വേറെ സ്ഥലത്ത് കറങ്ങണ രീതിയിലാക്കി വെച്ചു. അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ വെച്ച പഞ്ചായത്തിൻ്റെ അവിടെ ഇല്ല. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് വീട്ടിലോട്ടുള്ള വഴിയാക്കി വെച്ചു. കുറേ പണിയുണ്ട്. ഇനി അടുത്തോട്ടം പിന്നെയും കാണാം. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഐസ് വെക്കണം. ഐസ് വെച്ച് കഴിഞ്ഞാൽ നല്ല റോക്കറ്റ് പോകണ പോലെ നമുക്ക് പോകാൻ പറ്റും. ഐസ് ഉള്ള സ്ഥലം എനിക്ക് എവിടെയാണെന്നറിയാം. ഇതിൽ ഇതില്ല കേട്ടോ, സ്നോ ബയോം പോലെയല്ല, വേറെ ഏതൊരു ബയോമാണ്. അതിലൊരു മോബുണ്ട്, ഡാർക്ക് എന്നാണ് ഞങ്ങൾ വിളിക്കണേ. കില്ലർ നൈറ്റ്സ് എന്ന് ആണ് അവൻ്റെ പേര്, കില്ലർ നൈറ്റ്. ഓക്കെ, സൈഡിലോട്ട് പോകാനാണ് പറയണത്. സൈഡിലോട്ട് ഇതേപോലെ ഇങ്ങനെ വന്നിരിക്കുന്ന ബ്ലോക്കൊക്കെ പൊട്ടിച്ചോളാം കിട്ടും ഞങ്ങൾ. ഞാനിപ്പോൾ ലാഗ് ഇങ്ങനെ വെച്ചേക്കണേ. ഓക്കെ, ഇങ്ങനെ വേണ്ട, പൊട്ടിച്ചോളാം. ആകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നോക്കോളും. അടിയിൽ ഐസ് ഇടും. അപ്പോൾ ഇനി
വീട്ടിലെത്താണ്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ തന്നെ പകുതി വെച്ചാൽ തന്നെ നമുക്ക് പിന്നെയും കാണാം. ബായ്. സൈഡിൽ ശരി ഗൈസ്, ഞാൻ കുഴിച്ച് ഏതൊരു മലയിലെത്തി. അതായത് ഞാനിപ്പോൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുഴിച്ച് നോക്കിയതാണ്. കുഴിച്ച് വന്നതൊരു മലയിൽ. ഈ ബ്ലോക്കെല്ലാം തിരിച്ച് വെച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണാം. ഹലോ, നമ്മൾ പിന്നെയും കുറേ ദൂരം പോയി ഗൈസ്. കുറേന്ന് പറഞ്ഞാൽ കുറേ ദൂരം പോയി. ഈ അയണൊന്നും ഞാനിത് മാറ്റി എടുക്കണല്ലോ കേട്ടോ. അടുത്ത് ചുമ്മാ എന്തിനാ, കുറേ അയൺ കയ്യിലുണ്ടല്ലോ, അങ്ങനെ ദൂരെ വീട്ടിൽ നിന്ന് കേട്ട് വരിക മതി. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അയണൊന്നും എടുക്കണല്ലോ. കുറേ ദൂരം എന്ന് പറഞ്ഞത് ഇപ്പോൾ എവിടെയാണെന്ന് ഇപ്പം അറിയിച്ചത്. സർവറിൽ ഇത്ര നേരമായിട്ട് ആരും കയറിയിട്ടൊന്നുമില്ല. കയറുവാണെങ്കിൽ ഇങ്ങോട്ട് വരാണ്ടിരുന്നാൽ മതി. വെള്ളത്തി എന്തായാലും കുറേ ദൂരം പോകണം. കുറേ ദൂരം പോയി കഴിഞ്ഞാൽ ഈ സ്ഥലം പിന്നെ എനിക്ക് ഇങ്ങോട്ട് നടന്നു വരാൻ വയ്യ. ഓക്കെ, അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആക്ടിവിറ്റീസിൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ എൻ്റെ ഫേസ് കാണുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.